ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ മെയിൻ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ മൊത്തമുള്ള മെത്തേഡ്സിൽ രണ്ട് മെത്തേഡ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ലംസം മെത്തേഡായിരുന്നു, രണ്ടാമത്തത് ലോട്ടറി മെത്തേഡ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. റിഡംഷൻ ബൈ ഡിബഞ്ചേഴ്സ് ബൈ ആനുവൽ ഡ്രോയിങ്സ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ്, നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് റിഡംഷൻ നടത്തുന്ന മെത്തേഡ്. അടുത്ത എന്താണ്? റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ഓപ്പൺ മാർക്കറ്റ്. നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ തന്നെ നമ്മൾ തിരിച്ചു വാങ്ങുക ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ. കാരണം നമുക്കിപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസൊക്കെ പറഞ്ഞു. നമ്മുടെ കയ്യിൽ എക്സസ് ഫണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റ് റേറ്റിനേക്കാൾ നമ്മുടെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ വളരെ കുറവാണെങ്കിലും, ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ റിഡംഷന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡിബഞ്ചേഴ്സ് ബൈബാക്ക് ചെയ്യും. ആ മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. അതിൻ്റെ തിയറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പേർപ്പസ് ഓഫ് പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൺ ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങുന്നത്? നമ്മൾ ബൈബാക്ക് ചെയ്യൽ, അതായത് നമ്മുടെ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് തന്നെ നമ്മൾ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സ് നമ്മൾ തിരിച്ചു വാങ്ങുന്നു. അത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് പർപ്പസിനാണ്. ഒന്നാമത്തത് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി. രണ്ട് മെയിൻ പർപ്പസാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ നോക്കാം. പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ. നമ്മൾ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ ആണ് നമ്മുടെ ഈ ബൈബാക്കിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ ദിസ് റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് ഡിബഞ്ചർ ലയബിലിറ്റി ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് പാർ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ക്യാൻസൽ. അതായത് നമ്മളിപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു 5 lakhs ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 lakhs ഡിബഞ്ചേഴ്സിൽ നമുക്ക് നേരത്തെ പറഞ്ഞ സിറ്റുവേഷനിൽ ലാസ്റ്റ് ഇന്നലെ പഠിച്ചതിൽ 3 സർക്കംസ്റ്റൻസസ് പഠിച്ചു. അതിൽ മൂന്നാമത്തെ സർക്കംസ്റ്റൻസ് എന്തായിരുന്നു? നമ്മുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് അധികമുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബൈബാക്ക് ചെയ്യാം. അപ്പോൾ ആ സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സ് തിരിച്ചു വാങ്ങുന്നു. പണ്ട് നമുക്ക് ഫണ്ടിന് റിക്വയർമെൻ്റ് ഉള്ളപ്പോൾ ഒരു 5 lakhs റുപ്പീസ് നമ്മൾ ഡിബഞ്ചർ എന്ന പേരിൽ, കടപ്പത്രം എന്ന പേരിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഫണ്ടിന് പ്രത്യേകിച്ച് ഷോർട്ടേജ് ഒന്നുമില്ല. സർപ്ലസ് ഫണ്ട് കുറച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതിന് വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് എന്നായാലും ഇത് കൊടുത്തു തീർക്കണം. 5 year ആണെങ്കിൽ 5 year കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ ലൈബിലിറ്റി അപ്പോഴത്തെ ലൈബിലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോൾ കുറച്ച് ക്യാഷ് വന്നതുകൊണ്ട് ആ ക്യാഷ് ഉപയോഗിച്ചിട്ട് അത് നമ്മൾ ബൈബാക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവണം? നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുന്ന ലൈബിലിറ്റിയുടെ എമൗണ്ട് നമ്മൾ കുറയ്ക്കാണ്. സപ്പോസ് 5 lakhs റുപ്പീസ് ആണ് ഡിബഞ്ചേഴ്സിന് വിചാരിക്കുക. അതിലിപ്പോൾ എൻ്റെ കയ്യിലൊരു 1 lakh റുപ്പീസ് സർപ്ലസ് വന്നിരിക്കുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 5 ലക്ഷത്തിൽ 1 ലക്ഷം ഇപ്പോൾ കൊടുത്തിട്ട് 1 lakh ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് നമുക്ക് തിരിച്ചു വാങ്ങാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞത് ദിസ് റിസൾട്ട് ഇൻ ദ റിഡക്ഷൻ ഓഫ് ഡിബഞ്ചർ ലൈബിലിറ്റി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം ഡിബഞ്ചർ ലൈബിലിറ്റി 5 lakhs ആയിരുന്നു. അത് എത്രയായിട്ട് കുറഞ്ഞു? 1 lakh നമ്മൾ തിരിച്ചു മേടിച്ചപ്പോൾ നമ്മൾക്ക് ഇനി എത്ര ലൈബിലിറ്റി ഉള്ളൂ? 4 lakhs ഡിബഞ്ചർ ലൈബിലിറ്റി ഉള്ളൂ. ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി പാർ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ക്യാൻസൽ. എത്രയാണ് നമ്മൾ ക്യാൻസൽ ചെയ്തത് അത്രയ്ക്ക് എമൗണ്ട് വെച്ചിട്ട് നമ്മുടെ ഡിബഞ്ചർ ലൈബിലിറ്റി കുറഞ്ഞു. ഇനി സപ്പോസ് നമ്മൾ 2 ലക്ഷം സർപ്ലസ് ഉണ്ടെങ്കിലോ ഈ 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറഞ്ഞു. ബാക്കി നമ്മൾ എത്ര കൊടുത്താൽ മതി? 3 lakhs കൊടുത്താൽ മതി. When debentures are cancelled immediately, generally there may be profit to the company. ഇങ്ങനെ കമ്പനി ഇത് ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്തായാലും ഒട്ടുമിക്ക കേസുകളിലും പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കാലം ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്? ഒന്നല്ലെങ്കിൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമുക്ക് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ആ എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സർപ്ലസ് ഫണ്ടായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് ക്യാൻസൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആ സർപ്ലസ് ഫണ്ട് അവിടെ വെറുതെ ഇരുന്നാൽ നമുക്ക് പ്രത്യേകിച്ചൊരു ഇൻകം കിട്ടുന്നില്ല. അതേസമയം അത് നമ്മൾ ഈ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള, ഇപ്പോൾ സപ്പോസ് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ബാക്കി 3 കൊല്ലങ്ങളിൽ നമ്മൾ വെറുതെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെ പല രീതിയിലും കമ്പനിക്ക് എങ്ങനെ ലാഭം തന്നെയായിരിക്കും ഇങ്ങനെ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ നടത്തിയാൽ. when debentures are cancelled immediately, generally there may be profit to the company. This is because the debentures are purchased from the open market at a lower price than the face value of debenture. അതിൻ്റെ റീസൺസ് ആണ്. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്
പറയുന്നത് നമ്മൾ ഇങ്ങനെ വാങ്ങുമ്പോൾ എന്തായാലും പർച്ചേസ് ഫ്രം ദി ഓപ്പൺ മാർക്കറ്റ് ലോവർ പ്രൈസ് ദാൻ ദി ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഫേസ് വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനേക്കാൾ കുറവ് വിലയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഇത് ബൈബാക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം ഇന്നലെ നമ്മൾ പഠിച്ച രണ്ടാമത്തെ സർക്കംസ്റ്റൻസ് എന്തായിരുന്നു, മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഡിബഞ്ചേഴ്സ് ഫോൾ ഡൗൺ. നമ്മൾ ഫോൾ ഡൗൺ ചെയ്തു. എന്ത്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചേഴ്സ് കുറയുമ്പോഴാണ് ഇങ്ങനെ ഒരു ക്യാൻസലേഷൻ നമ്മൾ നടത്തുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫേസ് വാല്യൂ, അതിൻ്റെ ഫേസ് വാല്യൂ ചിലപ്പോൾ 100 രൂപ ഉണ്ടാവും, അതിനേക്കാൾ കുറവായിരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ അതിന് കുറവിന് നമുക്ക് നമ്മുടെ ഡിബഞ്ചേഴ്സ് ബൈബാക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ റിഡംഷൻ സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു, ഫേസ് വാല്യൂ കൊടുക്കേണ്ടി വരുമായിരുന്നു. ഇത് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റി. Besides, if the debentures are redeemable at a premium, the company need not pay this redemption premium. അതുപോലെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും റിഡംഷൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രീമിയത്തിൽ തരാമെന്ന്. അത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്തിന് റിഡംഷൻ്റെ കണ്ടീഷനും പറയും. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും, ഇപ്പം 100 രൂപയ്ക്ക് ഞാൻ മേടിക്കണം, നിങ്ങൾക്ക് തിരിച്ചു തരുമ്പോൾ 105 രൂപ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ നേരത്തെ കൂട്ടി ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ 105 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ റിഡംഷൻ അല്ല നടത്തുന്നത്. നമ്മൾ ഏത് ഓപ്ഷൻ എടുക്കുന്നത്, ബൈബാക്ക് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പർച്ചേസ് ബാക്ക് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നടത്തുന്നത്, അല്ല റിഡംഷൻ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. റിഡംഷൻ വേറെ, പർച്ചേസ് വേറെ. റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞ് അന്ന് നമ്മൾ തിരിച്ച് അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് റിഡംഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, റിഡംഷൻ പീരീഡിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ സർപ്ലസ് എമൗണ്ട് ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ ഡിബഞ്ചേഴ്സ് നേരത്തെ കൂട്ടി വാങ്ങി വെക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലൈബിലിറ്റീസ് നേരത്തെ കൂട്ടി സെറ്റ് ഓഫ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബൈബാക്ക് ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ്. അപ്പം അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ റിഡംഷൻ സമയത്താണ് പ്രീമിയം തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ റിഡംഷൻ അല്ല നടത്തുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട, പ്രീമിയം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാശ് സേവ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത, നോ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഈസ് ടു ബി പെയ്ഡ് ആഫ്റ്റർ ദി പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ 5 വർഷത്തേക്കാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തത്. നമ്മൾ 2 കൊല്ലം ഒരു മുടക്കല്ലാണ്ട് ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ അത് ബൈബാക്ക് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള 3 കൊല്ലം നമ്മൾ ഇനി എന്ത് കൊടുക്കണ്ട, ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. കാരണം നമ്മൾ ആ ഡിബഞ്ചർ ലൈബിലിറ്റി ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഈ രീതിയിലൊക്കെയാണ് ഇങ്ങനെ ഒരു ക്യാൻസലേഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ നടത്തുമ്പോൾ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഉണ്ടാവുന്ന ലാഭങ്ങൾ. ഒന്നാമത്തത് പറയുന്നത്, നമ്മൾ ഈ പർച്ചേസ് ചെയ്യണത് ഫേസ് വാല്യൂനേക്കാൾ കുറവ് മാർക്കറ്റ് പ്രൈസിലായിരിക്കും. അപ്പം നമുക്ക് അവിടെ ഒരു ലാഭം ഉണ്ടായി. ഇനി നമ്മൾ റിഡംഷൻ പ്രീമിയത്തിലാണെന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ബൈബാക്ക് ചെയ്താൽ പിന്നെ നമുക്ക് റിഡംഷൻ സമയത്ത് പ്രീമിയം കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കാശ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റി. അതുപോലെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത ഡിബഞ്ചേഴ്സിന് നമ്മൾ പിന്നെ അതിന് ശേഷം ക്യാൻസൽ ചെയ്തതിന് ശേഷം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പം ഇങ്ങനെ പല രീതിയിലും ഇതുപോലെ ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ നടത്തുമ്പോൾ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. നമ്മളിത് ക്യാൻസൽ ചെയ്യേണ്ടത് എപ്പോഴാണ്, നമ്മുടെ കയ്യിൽ സർപ്ലസ് ഫണ്ട് വന്നതുകൊണ്ടാണ്. ആ ഫണ്ടിന് പ്രത്യേകിച്ച് വേറെ യൂസേജ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിബഞ്ചർ ലൈബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ആ എമൗണ്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇമ്മീഡിയറ്റ് ക്യാൻസലേഷൻ്റെ തിയറി ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, വെൻ ഡിബഞ്ചേഴ്സ് ആർ റിഡീമബിൾ അറ്റ് പാർ പർച്ചേസ്ഡ് അറ്റ് പാർ. അതായത് നമ്മൾ റിഡംഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാറിലാണ്, അതുപോലെ പർച്ചേസ് ചെയ്തേക്കണം പാറിലാണെങ്കിൽ ആഫ്റ്റർ ദി റിഡംഷൻ പീരീഡ് നമ്മൾ പാറിൽ തന്നെയാണ് തിരിച്ചു കൊടുക്കുക. 100 രൂപയാണെങ്കിൽ 100 രൂപ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിന് നേരത്തെ നമ്മൾ മുൻകൂട്ടി പർച്ചേസ് ചെയ്യുമ്പോഴും അറ്റ് പാറിലാണെങ്കിൽ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു, ഡിബഞ്ചർ അക്കൗണ്ട് ലൈബിലിറ്റിയിലത് ക്യാൻസൽ ആക്കുന്നു. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. കാരണം പ്രത്യേകിച്ച് ഒരു ലാഭമില്ല, ഒരു നഷ്ടവും ഇല്ല. റിഡംഷനും പാറിലായിരുന്നു, ഇപ്പോൾ മേടിച്ചേക്കുന്നതും പാറിൽ. നമ്മൾ കുറച്ച് പീരീഡ് മുൻകൂട്ടി വാങ്ങി മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മളതിൽ നിന്ന് ക്യാഷ് പോണത് കൊണ്ട് ബാങ്കിന് ക്രെഡിറ്റ് കൊടുത്തു. ഡിബഞ്ചർ എന്ന് പറഞ്ഞ് ലൈബിലിറ്റി ക്യാൻസൽ ചെയ്യണം, അതുകൊണ്ട് അതിന് ഡെബിറ്റ് കൊടുത്തു. സോ ജേർണൽ എൻട്രി ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഓക്കെ,
എന്നാൽ രണ്ടാമത്തെ കേസ് തൊട്ടാണ് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് when debentures are redeemable at premium but purchased at par. അതായത് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റിഡംഷൻ പീരീഡ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാശ് തരാം, 100 രൂപയുടെ ഷെയർ ഡിബഞ്ചർ ആണെങ്കിൽ 105 110 തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ദി റിഡംഷൻ പീരീഡ്. പക്ഷെ നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ എന്തായി, പാർന്ന പർച്ചേസ് ചെയ്തോ നമ്മൾ 100 രൂപയ്ക്ക് തന്നെ അത് 100 രൂപ കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വാങ്ങാനുണ്ടായത്. ഓക്കെ, അപ്പോൾ എന്താണ്, റിഡംഷൻ പ്രീമിയത്തിലും ഇപ്പം ബൈബാക്ക് ചെയ്തേക്കുന്നത് പാർലുമാണെങ്കിൽ ആർക്കാണ് ലാഭം ഉണ്ടായേക്കുന്നത്, കമ്പനിക്ക് ലാഭം ഉണ്ടായി. കാരണം റിഡംഷൻ പീരീഡ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ എന്ത് ചെയ്യണമായിരുന്നു, 100ന് പകരം 105 110 കൊടുക്കണമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് പർച്ചേസ് ചെയ്തത് കൊണ്ട് അവർ എത്രയാണ് മേടിച്ചോളൂ, അറ്റ് പാറിനാണ് ഇപ്പോൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ കമ്പനിക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക, ഡിബഞ്ചർ അക്കൗണ്ട് ഡേറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡേറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ജേർണൽ എൻട്രി എന്താണ്, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ. അതിന് നേരെ എന്താണ് എഴുതേണ്ടത്, നോമിനൽ വാല്യൂ ആയ എമൗണ്ട് തന്നെയാണ് എഴുതേണ്ടത്. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. കാരണം എന്താണ്, നമ്മൾ റിഡംഷൻ എങ്ങനെയാണ്, പ്രീമിയത്തിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ റിഡംഷൻ പ്രീമിയത്തിലാകുമ്പോൾ നമ്മൾ ഏതാണ്ട് ജേർണൽ എൻട്രി തന്നെയാണ് അതിന് ഡെബിറ്റ് കൊടുക്കാറ്. ഇഷ്യൂ ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കും, പ്രീമിയം റിഡംഷൻ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡെബിറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രീമിയം ഓൺ റിഡംഷൻ ടു ക്യാൻസൽ ചെയ്ത ഡിബഞ്ചറിൻ്റെ പ്രീമിയം റിഡംഷൻ എഴുതി. ദെൻ ടു ബാങ്ക്, നമ്മളെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. നേരത്തെ ജേർണൽ എൻട്രി നമ്മൾ എന്താ പഠിച്ചാൽ, ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നല്ലേ, അതാണ് കോമൺ എൻട്രി. പിന്നെ പ്രീമിയവും ഡിസ്കൗണ്ടും ഒക്കെ വരുമ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡിബഞ്ചർ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും കോമൺ എൻട്രി ആണ്. പിന്നെ ഇവിടെ റിഡംഷൻ പ്രീമിയത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റിഡംഷൻ പ്രീമിയത്തിലായാലും നമ്മൾ സാധാരണ എന്താ കൊടുക്കാറ്, അതിന് ഡെബിറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ എഴുതണം, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് എന്ന് എഴുതാം. ദെൻ ടു ബാങ്ക് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. എങ്ങനെയാണ് അവർക്ക് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കേസ് തന്നെ നമ്മൾ റിഡംഷൻ പീരീഡ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണമായിരുന്നു, പ്രീമിയം കൊടുക്കണമായിരുന്നു. അവർക്ക് 100 രൂപയുടെ ഡിബഞ്ചേഴ്സ് ചിലപ്പോൾ 105 110 രൂപ കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ നമ്മൾ മുൻകൂട്ടി ബൈബാക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് ആ പ്രീമിയം സേവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമുക്കത് ലാഭമുണ്ടായി. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അത് മാത്രമാണ് പുതിയ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. മറ്റേതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. റിഡംഷൻ ആയിട്ട് പ്രീമിയത്തിൻ്റെ അതേ ജേർണൽ എൻട്രി തന്നെയാണ്. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ, പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ റിഡംഷൻ നേരത്തെ കൂട്ടി നടത്തിയത് കൊണ്ട്, ബൈബാക്ക് നേരത്തെ കൂട്ടി നടത്തിയത് കൊണ്ട് റിഡംഷൻ പ്രീമിയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. അത് നമ്മൾ എന്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. എത്ര പ്രീമിയം ആണോ നമ്മൾ സേവ് ചെയ്തത് ആ എമൗണ്ട് ആണ് അവിടെ എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണം. ക്വസ്റ്റ്യനിൽ സിങ്കിങ് ഫണ്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നമ്മുടെ കമ്പനിക്ക് സിങ്കിങ് ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം സിങ്കിങ് ഫണ്ട് എന്ന് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്തായാലും ഉണ്ടാവും, അപ്പോൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് ചെയ്ത പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന് നമ്മൾ ആ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യണം ബൈ ട്രാൻസ്ഫറിങ് ദം ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് ജേർണൽ എൻട്രി ആണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആദ്യത്തെ കേസ് വലിയ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതാണ്. രണ്ടാമത്തെ കേസോടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. റിഡംഷൻ പ്രീമിയത്തിലും ഇപ്പം ബൈബാക്ക് ചെയ്തേക്കുന്നത് പാർലുമാണെങ്കിൽ സാധാരണ റിഡംഷൻ എൻട്രിക്ക് എഴുതുന്ന ജേർണൽ എൻട്രി എഴുതുന്നതോട് കൂടെ തന്നെ ഇങ്ങനെ നമ്മൾ ബൈബാക്ക് അറ്റ് പാറിൽ ചെയ്തത് കൊണ്ട് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അവസാനം ആ അക്കൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇനി അതിന് റിലേറ്റഡ് കുറച്ച് അഡീഷണൽ നോട്ട്സ് ആണ്. ബിഫോർ ദി പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് ദ ഫോളോയിങ് ടു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ടു ബി പാസ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ജേർണൽ എൻട്രി പാസ്സാക്കുന്നതിനേക്കാളും മുമ്പ് വേറെ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രികൾ നമ്മൾ ചെയ്യണം. നമ്മൾ ഓൾറെഡി സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. 15% of the face value of debentures to be purchased should be invested in any investment. നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ സിങ്കിങ് ഫണ്ടിലെ ആ 15% ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഡിബഞ്ചർ, അത് മാത്രമല്ല ബൈബാക്ക് എൻറ്റയർ ഡിബഞ്ചർ നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ടാവില്ല. ആ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇത്ര % മാത്രമേ നമ്മൾ ബൈബാക്ക് ചെയ്യണുള്ളൂ. ചിലപ്പോൾ ഫുള്ളും ബൈബാക്ക് ചെയ്യണമെങ്കിൽ ഫുൾ എമൗണ്ടിൻ്റെ,
അപ്പം നമ്മൾ ആദ്യം പാസ്സാക്കേണ്ടത് നമ്മൾ എത്രയാണോ പർച്ചേസ് ചെയ്യുന്നത്, തിരിച്ചു വാങ്ങുന്നത്, അതിൻ്റെ ഫേസ് വാല്യൂൻ്റെ 15% നമ്മൾ ഏതെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രയാണോ ബൈബാക്ക് ചെയ്യണത്, എത്രയാണോ തിരിച്ചു വാങ്ങുന്നത്, അതിൻ്റെ മാത്രം 15% നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഇറ്റ്സ് ജേർണൽ എൻട്രി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോന്നു, അതുകൊണ്ട് ബാങ്കിന് ക്രെഡിറ്റ് കൊടുത്തു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഒരു അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് കൊടുത്തു. ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ജേർണൽ എൻട്രി വരിക. ഓക്കെ. ദെൻ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25% of the face value of debentures should be transferred to debenture redemption reserve account. അതുപോലെ മൊത്തം നമ്മൾ റിഡംഷൻ നടത്തുന്നതിനേക്കാളും മുമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മൊത്തം ഡിബഞ്ചറിൻ്റെ 25% എന്തിലേക്ക് മാറ്റണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അത് എവിടെ നിന്നാണ്, ആ കൺസേൺഡ് ഇയറിലത്തെ പ്രോഫിറ്റിൽ നിന്ന്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണമല്ലോ. അതുപോലെ തന്നെ കൺസേൺഡ് ഇയറിലത്തെ പ്രോഫിറ്റിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അതിൻ്റെ ജേർണൽ എൻട്രി എന്താണ്, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അത് എന്താ ചെയ്യണം, നമ്മൾ സാധാരണ ചെയ്യണത് തന്നെയാണ്. നമുക്ക് ഡിബഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ അതിന് ഒരു കരുതൽ വേണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ചെയ്ത പോലെ തന്നെ എൻറ്റയർ ഡിബഞ്ചർ വാല്യൂവിൻ്റെ 25% എന്തിലേക്ക് മാറ്റണം, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഈ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ പാസ് ചെയ്തതിന് ശേഷമേ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ നേരത്തെ പഠിച്ച ജേർണൽ എൻട്രി എഴുതാനായിട്ട് പാടുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ 15% ഈക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുക. അതുപോലെ ടോട്ടൽ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 25% നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത് രണ്ടും എഴുതിയതിന് ശേഷം നമ്മൾ നേരത്തെ പഠിച്ച പർച്ചേസ് ചെയ്യേണ്ട ജേർണൽ എൻട്രിയും അതുപോലെ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ജേർണൽ എൻട്രി എഴുതിയിട്ട് വേണം ഇത് വർക്കൗട്ട് ചെയ്യാനുണ്ട്. ഓക്കെ. അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. X Limited had issued 50,000 debentures of ₹100 each at par, redeemable at a premium of 20%. അതായത് ഇതിൽ ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ജേർണൽ എൻട്രി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ബൈബാക്കിൽ. ഇപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നു ഇഷ്യൂ അറ്റ് പാറിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിഡംഷൻ എങ്ങനെയായിരിക്കുമെന്ന്, അറ്റ് പ്രീമിയത്തിലായിരിക്കുമെന്ന്, പ്രീമിയം ഓഫ് 20%. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി തന്നെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഏതാണ്, റിഡംഷൻ പ്രീമിയത്തിലും ദെൻ പർച്ചേസ് പാർലുമാണെങ്കിലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്, നേരത്തെ പഠിച്ചത്. റിഡംഷൻ പ്രീമിയത്തിലും പർച്ചേസ് പാർലുമാണെങ്കിൽ ആ കേസ് തന്നെയാണ് ഇതും. ദ കമ്പനി പർച്ചേസ് 5,000 debentures from the open market for immediate cancellation of ₹100 each. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, 100 രൂപയ്ക്ക് തന്നെയാണ്. അപ്പോൾ റിഡംഷൻ പ്രീമിയത്തിലും ബൈബാക്ക് പാർലുമാണ്. ഓക്കെ. അപ്പോൾ മൊത്തം എത്ര ഡിബഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, 50,000 ഡിബഞ്ചേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ എത്രയും നമ്മൾ ബൈബാക്ക് ചെയ്യുന്നുള്ളൂ, 5,000 ബൈബാക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി 45,000 ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്, അത് നമ്മൾ തിരിച്ചു വാങ്ങിയിട്ടില്ല. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ റിഡംഷൻ പ്രീമിയത്തിലാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഇപ്പോൾ ബൈബാക്ക് ചെയ്യുന്നത് പാറിലും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കേസ് തന്നെയാണ് പാസ് ദി ജേർണൽ എൻട്രി. അപ്പോൾ നമ്മൾ പർച്ചേസിനാൽ ജേർണൽ എൻട്രി എഴുതുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതിന് മുമ്പ് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ നമ്മൾ എഴുതണം. ആദ്യം 15% ഈക്വലൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം. ദെൻ 25% എമൗണ്ട് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വേണം. അപ്പോൾ ആദ്യം എന്താണ് ജേർണൽ എൻട്രി, 15% എന്ന് ജേർണൽ എൻട്രി എഴുതാം. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകണോ, പകരം നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. സോ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. എത്ര ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്, 5,000 ഡിബഞ്ചേഴ്സ് ആണ്. അത് എത്ര രൂപ വെച്ചിട്ടുള്ളതായിരുന്നു, 100 രൂപ വെച്ചിട്ട്. 5,000 × 100 ഇൻറ്റു അതിൻ്റെ 15%. കാരണം നമ്മൾ 50,000 എടുക്കാനായിട്ട് പാടില്ലേ, എത്രയാണോ ബൈബാക്ക് ചെയ്യുന്നത് ആ നമ്പർ മാത്രം എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ബൈബാക്ക് ചെയ്യുന്നത് 5,000 ഡിബഞ്ചേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിബഞ്ചറിന് 100 രൂപയെന്ന് തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്. റിഡംഷൻ്റെ കാര്യം നോക്കണം, അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്, 100 രൂപയാണ്. അപ്പോൾ 5,000 × 100 × 15% എത്ര കിട്ടും നമുക്ക്, 75,000 കിട്ടും. അപ്പോൾ ആ 75,000 റുപ്പീസിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു. സോ ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 75,000 ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തു. അടുത്ത എന്താണ് ചെയ്യേണ്ടത്, മൊത്തം ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 25% നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് എവിടെ നിന്ന് എടുക്കേണ്ടത്, ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന്. എന്താണ് ജേർണൽ എൻട്രി, P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്.
അതാത് വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. എത്ര എമൗണ്ട് വരിക? മൊത്തം ഡിബഞ്ചേഴ്സ് എത്രയാണ്? 50,000 ആണ്. ഇൻറ്റു ഫേസ് വാല്യൂ 100 ഇൻറ്റു അതിൻ്റെ 25% എത്ര കിട്ടും? 12,50,000 ആണ് എമൗണ്ട് കിട്ടുക. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, എങ്ങനെ എമൗണ്ട് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഈ 25% ട്രാൻസ്ഫർ ചെയ്യേണ്ടത് മൊത്തം ഫേസ് വാല്യൂവിൻ്റെ, അത് ബൈബാക്ക് ചെയ്തോ ചെയ്തില്ലെന്ന് നോക്കേണ്ട ആവശ്യമില്ല. മൊത്തം ഫേസ് വാല്യൂവിൻ്റെയും മറ്റേത് നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെയും മാത്രം. അത് 15%ഉം ഇത് 25%ഓടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യേണ്ട ജേർണൽ എൻട്രി എഴുതുക. നമ്മൾ നേരത്തെ പഠിച്ച ജേർണൽ എൻട്രി ആണ്. ആദ്യം നമ്മൾ സാധാരണ റിഡംഷൻ അറ്റ് പ്രീമിയത്തിൻ്റെ ജേർണൽ എൻട്രി എഴുതുക. ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം എമൗണ്ട് റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അറ്റ് പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് പാറിലാണ് നമ്മൾ ബൈബാക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. സോ അതും കൂടി എഴുതുക. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജേർണൽ എൻട്രി എഴുതുക. ഇനി നമുക്ക് എമൗണ്ടുകൾ നോക്കാം. ഡിബഞ്ചറിൻ്റെ നേരെ ഫേസ് വാല്യൂ തന്നെ, അതായത് എത്ര ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യേണ്ടത്? 5,000 ഇൻറ്റു അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 100. 5,000 ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 5 lakh. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ സമയത്ത് ഞാൻ എത്ര ശതമാനം പ്രീമിയം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20% ആണ്. അപ്പോൾ നമ്മൾ മൊത്തം എമൗണ്ടിൻ്റെ അല്ല കണ്ടത്, എത്രയാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്? 5 lakhs rupees ഡിബഞ്ചേഴ്സ് ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളത് റിഡംഷൻ സമയത്ത് എത്ര ശതമാനം കൊടുക്കണമായിരുന്നു? 20% കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ 5 lakhsൻ്റെ 20% ആണ് നമ്മൾ ഈ 5,000 ഡിബഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കേണ്ടി വരുമായിരുന്ന പ്രീമിയം. മനസ്സിലായ? നമ്മൾ മൊത്തം 50,000 ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതിൻ്റെ 20% പ്രീമിയം കൊടുക്കാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ മൊത്തം ബൈബാക്ക് ചെയ്യുന്നില്ല. എത്രയേ ബൈബാക്ക് ചെയ്യുന്നുള്ളൂ? 5,000 ബൈബാക്ക് ചെയ്യുന്നുള്ളൂ. ആ 5,000ൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഓഫ് പ്രീമിയം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 5,000 ഇൻറ്റു ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്, ഇൻറ്റു അതിൻ്റെ 20%. 5,000 ഇൻറ്റു 100 5 lakhs. 5 lakhsൻ്റെ 20% എന്ന് പറയുന്നത് 1 lakh ആണ്. അപ്പോൾ നമ്മളത് എഴുതി. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതി? 1 lakh എഴുതി. ദെൻ ടു ബാങ്ക് നമ്മൾ എത്രയാണ് കൊടുക്കുക? നമുക്ക് എത്രയോ ശരിക്കും പേയ്മെൻറ്റ് വരുന്നുള്ളൂ? 5 lakhs വരുന്നുള്ളൂ. ദെൻ ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, നമ്മൾ നേരത്തെ കൂട്ടി ബൈബാക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ എത്ര രൂപ ലാഭിച്ചു? നേരത്തെ കണ്ടുപിടിച്ച 1 lakh rupees പ്രീമിയം ഓൺ റിഡംഷൻ നമ്മൾ ലാഭിക്കലുണ്ടായത്. ഇനി ആ 5,000 ഡിബഞ്ചേഴ്സിൻ്റെ മുകളിലുള്ള പ്രീമിയം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം റിഡംഷൻ സമയത്ത് എന്തില്ല? ഈ 5 lakhs ഡിബഞ്ചേഴ്സ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡിബഞ്ചർ പ്രീമിയം കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ലാഭിച്ചു. അപ്പോൾ എത്ര രൂപ ലാഭിച്ചു? 1 lakh rupees തന്നെ നമ്മൾ ലാഭിച്ചു. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് 1 lakh. ഓക്കെ, അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ എന്ത് എഴുതി? ഫേസ് വാല്യൂ എഴുതി, ദാറ്റ് ഈസ് 5 lakh. ദെൻ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ടിൻ്റെ നേരെ നമ്മൾ ഈ ബൈബാക്ക് ചെയ്ത ഡിബഞ്ചറിൻ്റെ മുകളിലുള്ള പ്രൊപ്പോർഷനേറ്റ് പ്രീമിയം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 5,000 ഇൻറ്റു 100 ഇൻറ്റു 20% 1 lakh കിട്ടി. നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് കൊടുത്തത്? 5 lakhs ആണ് കൊടുത്തത്. അറ്റ് പാറിന് തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. 5 lakhs കൊടുത്തു. നമ്മൾ അറ്റ് പാറിനെ പർച്ചേസ് ചെയ്തത് കൊണ്ട് നമ്മൾ റിഡംഷൻ സമയത്ത് കൊടുക്കേണ്ടിയിരുന്ന ആ പ്രീമിയം നമുക്ക് പ്രോഫിറ്റ് ആണ്. അതാണ് പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1 lakh എഴുതി. ഓക്കെ, അതാണ് മെയിൻ ജേർണൽ എൻട്രി വരിക. പിന്നെ അവസാനം ആ പ്രോഫിറ്റ് എന്തിലേക്ക് മാറ്റുക? ക്വസ്റ്റ്യനിൽ സിങ്കിങ് ഫണ്ട് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതിലേക്ക് മാറ്റണം? ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്? 1 lakh ആണ്. ആ 1 lakh rupees നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് എളുപ്പമാണ്. ജസ്റ്റ് ആ എമൗണ്ട് ഒന്ന് നോക്കി എത്രയാണ് പ്രോഫിറ്റ് നോക്കിയിട്ട് ആ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ റിഡംഷൻ ബൈബാക്ക് ചെയ്തിട്ട് നമ്മൾ റിഡംഷന് മുമ്പ് നമ്മുടെ ഡിബഞ്ചേഴ്സ് ബൈബാക്ക് ചെയ്യുന്നു. അതെങ്ങനെയാണ്? റിഡംഷൻ പ്രീമിയത്തിലും പർച്ചേസ് പാറിലുമാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികൾ പാസ്സാക്കേണ്ടത്. ഓക്കെ.